തിരിച്ചടിക്കാൻ ഒരുങ്ങി ഇന്ത്യ. കരുനീക്കങ്ങളുമായി സൈന്യം. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി ഡൽഹിയിൽ. വിമാനമിറങ്ങിയ ഉടൻ അടിയന്തര യോഗം വിളിച്ചു. സ്ഥിതിഗതികൾ ധരിപ്പിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. സുരക്ഷാ കാര്യ മന്ത്രിസഭാ യോഗം 11 മണിക്ക്. ധനമന്ത്രി നിർമ്മല സീതാരാമനും വിദേശ സന്ദർശനം റദ്ദാക്കി ഇന്ത്യയിലേക്ക്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരിൽ ഒരാളുടെ ചിത്രം പുറത്ത്. സംഘത്തിലാകെ 6 പേർ. സൈന്യം തെരച്ചിൽ തുടരുന്നു. NIA സംഘവും ശ്രീനഗറിൽ. മരണം 28ആയി. മരിച്ചവരിൽ 27 പുരുഷന്മാരും ഒരു സ്ത്രീയും. കൊല്ലപ്പെട്ടവരിൽ നാട്ടുകാരനും. പഹൽഗാം സൈനിക സുരക്ഷാ വലയത്തിൽ. एक ही सहारा था, यही कमाने वाला था। एक बच्चा कमाए वाला से कुछ तो बड़ा ही से हाय अल्लाह के कर खुदाया। കശ്മീർ അതിർത്തിയിൽ വെടിനിർത്തൽ ലംഘനം. നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിവെച്ച പാക് സൈനികർ. തിരിച്ചടിച്ച് ഇന്ത്യ. അമിത് ഷാ കശ്മീരിൽ തുടരുന്നു. രാവിലെ ഉന്നതതല യോഗം. പഹൽഗാം സന്ദർശിക്കും. സൈനിക കമാൻഡ് തലവന്മാരും കശ്മീരിൽ. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയുടെ മൃതദേഹം വൈകുന്നേരം കൊച്ചിയിലെത്തിക്കും. മരിച്ചത് പാലാരിവട്ടം സ്വദേശി N രാമചന്ദ്രൻ. ഭീകരരുടെ വെടിയേറ്റത് മകളുടെ കൺമുന്നിൽ വെച്ച്. കൊച്ചിയിൽ നേവി ഓഫീസറായ ഹരിയാന സ്വദേശിയും കൊല്ലപ്പെട്ടു. രാജ്യമെങ്ങും കനത്ത സുരക്ഷ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അതിജാഗ്രത. ലോകമൊന്നടങ്കം ഇന്ത്യക്കൊപ്പം. പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് ഐക്യദാർഢ്യം അറിയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭീകരതയ്ക്കെതിരെ പോരാടാൻ ഒന്നിച്ചുണ്ടെന്ന് ഇസ്രയേൽ. ന്യായീകരണമില്ലാത്ത ക്രൂരതയെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ആക്രമണത്തെ അപലപിച്ച് സൗദിയും UAE യും ഇറാനും മറ്റ് ലോകരാജ്യങ്ങളും.